കൂടല്ലൂരിനെ നെഞ്ചോട് ചേർത്ത നിളാനദിക്കരയുടെ എഴുത്തുകാരൻ എം.ടിക്ക് കൂടല്ലൂർ ഗ്രാമം വിട നൽകി. എഴുത്തിന്റെ ഓളവും തീരവും തീർത്ത മൗനത്തെ പ്രണയിച്ച എം.ടി വിട പറയുമ്പോൾ ഗ്രാമത്തിന് മഹാമൗനത്തിന്റെ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. എവിടെ പോയാലും ഏത് നാട്ടിലായാലും എം.ടി കൂടല്ലൂർക്കാരനാണ്. വേരുകൾ പറിച്ചു മാറ്റാനാവാത്ത വിധം എം.ടി എന്ന മനുഷ്യനിൽ, എഴുത്തുകാരനിൽ കൂടല്ലൂരുണ്ട്. എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനോടുമുള്ളതിനേക്കാളധികം കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. വേലായുധേട്ടന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകിട കളിക്കാരൻ കോന്തുണ്ണി അമ്മാമ്മയുടെയും കാതുമുറിച്ച മീനാക്ഷി ഏടത്തിയുടെയും നാടായ കൂടല്ലൂരിനോട്. എനിക്ക് സുപരിചിതമായ ഈ ഗ്രാമമാണ് എന്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലം. അതിലൂടെ ഒഴുകുന്ന പുഴ എന്റെ ജീവധമനിയാണ്. ഗ്രാമം എനിക്ക് ബിംബങ്ങളും വാക്കുകളും തന്നു. പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കൂടല്ലൂർ. കിഴക്കുമുറിയെന്നും തെക്കുമുറിയെന്നും വടക്കുമുറിയെന്നും പടിഞ്ഞാറുമുറിയെന്നും നാലടരുകളുള്ള തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒന്നുചേരുന്ന പൂമാൻതോടും നരിവാളൻ കുന്നും കൊടിക്കുന്നത്ത് അമ്മയും മുത്തുവിളയൻ കുന്നും മാടത്ത് തെക്കേപ്പാട്ട് തറവാടുമുള്ള ഗ്രാമം. തീവണ്ടി വരുന്നതും പോകുന്നതും നോക്കി സമയം നോക്കിയിരുന്ന നാട്. എം.ടിയുടെ കഥകളുടെ ഭൂമിക. ഒരിത്തിരി കാലം മാത്രം ജീവിച്ച ആ ഗ്രാമം എം.ടിയിലെ പ്രതിഭയെ ഊട്ടി വളർത്തി. വ്യത്യസ്തമായ ഭൂതലങ്ങൾ തേടി പലപ്പോഴും അദ്ദേഹം അലയാറുണ്ടെങ്കിലും വീണ്ടും കൂടല്ലൂരിലേക്ക് തന്നെ വന്നെത്തും. എസ്.കെ. പൊറ്റക്കാടിനെ അതിരാണിപ്പാടം പോലെ, മാർക്കൂസിനെ മക്കൊണ്ട പോലെയാണ് എം.ടിക്ക് കൂടല്ലൂർ. എം.ടിയുടെ നാലുകെട്ടിലെ കഥാപാത്രങ്ങൾ അവരുടെ യഥാർത്ഥ പേരിൽ തന്നെ ഇന്നും കൂടല്ലൂരിലുണ്ട്. തൈവളപ്പിൽ ചന്തു, ശങ്കരൻ നായർ, കുട്ടമ്മാമ, മുത്താച്ചി, വല്യമാമ, വക്കീൽ കുമാരൻ നായർ, കോരുകുട്ടി പണിക്കർ, ആമിനുമ്മ, യൂസഫ്, കൊപ്രക്കാരൻ കുഞ്ഞാലു, രാമകൃഷ്ണ മാസ്റ്റർ, അത്തുണ്ണി മുതലാളി, കണ്ടൻ മേസ്ത്രി, അങ്ങനെ എത്രയോ പേർ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അപ്പുണ്ണിയുടെയും വേലായുധന്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കുട്ടിയടത്തിയുടെയും എല്ലാം ആദ്യ രൂപങ്ങളെ തേടി കൂടല്ലൂരിലേക്ക് വായനക്കാരെത്തും. ഭാഗം വെക്കലിൽ തറവാട് നഷ്ടപ്പെട്ട് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് ചേക്കേറിയ എം.ടി തിരിച്ച് കൂടല്ലൂരിലേക്ക് തന്നെ വന്നു. അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചു. തിരക്കുകൾക്കിടയിൽ ശാന്തതയ്ക്കായി അദ്ദേഹം അശ്വതി എന്ന വീട്ടിലേക്കെത്തും. അവിടെ ഇരുന്ന് നിളയെ നോക്കിക്കാണും. അതിലെ ഓളങ്ങൾ ഇളകുന്നത് കാണും. എം.ടിയുടെ എഴുത്തുകളിൽ കണ്ട കൂടല്ലൂരല്ല ഇന്നത്തെ ഗ്രാമം. മണലെടുത്ത് നിളമെലിഞ്ഞു, കുന്നുകൾ നിലം പൊത്തി. നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരേയൊരു തെളിവ് കൂടല്ലൂരിന്റെ പ്രിയപ്പെട്ട വാസു അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.